السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن محمدا عبده ورسوله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാം ഇവിടെ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോക വിജയികൾ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ നാട്ടുകാർ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്കൊക്കെ അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ഖൈറായ രൂപത്തിൽ അല്ലാഹു ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ തസ്തഅമിൽനി, എനിക്ക് അധികാരം ഏൽപ്പിച്ചു തരുന്നില്ലേ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറയുകയാണ്, യാ അബൂദർ ഇന്നക ദഈഫുൻ, നീ ഒരു ബലഹീനനാണ്, നിന്നെ കൊണ്ട് കഴിയില്ല അബൂദറേ എന്ന് അവിടുന്ന് പറഞ്ഞുകൊണ്ട് ശേഷം പറയുന്നുണ്ട്, വഇന്നഹാ അമാനത്തുൻ, അതൊരു വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യമാണ് ഇകാരം എന്നുള്ളത്. ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിദിയും വനദാമ, വഇന്നഹാ, ഈ അധികാരം എന്നുള്ളത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ, ഖിദിയും വനദാമ, അത് നിന്ദ്യതയാണ്, നിന്ദ്യതയും അത് ഖേദവുമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെയും ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത് അധികാരം ചോദിച്ചു വാങ്ങേണ്ടതല്ല എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണ് ഇത്. അധികാരം എന്നുള്ളത് ഖിദിയും വനദാമ, അത് നിന്ദ്യതയും അത് മോശപ്പെട്ടതുമാണ്, അത് ഭേദവുമാണ് എന്നാണ് മുത്തുനബി അവിടുന്ന് പറഞ്ഞത്. ശേഷം പറയുന്നുണ്ട്, ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ വഅദ്ദല്ലദീ അലൈഹി ഫീഹാ, അങ്ങനെ നല്ല രൂപത്തിൽ കൃത്യമായി ചിലവഴിക്കുകയും കൃത്യമായ രീതിയിൽ അധികാരം ഉപയോഗപ്പെടുത്തില്ല എങ്കിൽ അതവർക്ക് ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ നിന്ദ്യതയാണ്. ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ, അതിന്റെ യഥാർത്ഥമായ ഹക്ക്, യഥാർത്ഥമായ രൂപത്തിൽ അവൻ ചെലവഴിച്ച ആളുകൾ ഒഴികെ ബാക്കി എല്ലാ ആളുകളും, അധികാരം ലഭിച്ച എല്ലാ ആളുകളും നിന്ദ്യതയിലാണ്, അവർക്ക് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അധികാരത്തിലൂടെ തട്ടിപ്പോ അഴിമതിയോ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള യഥാർത്ഥമായ ഒരു ഫലം ലഭിക്കാനുണ്ട്. അല്ലാതെ നല്ല രൂപത്തിലൂടെ അധികാരം കൊണ്ടുപോയ ആളുകൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നല്ല രൂപത്തിൽ അധികാരം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അവനതിന് തക്കതായ പ്രതിഫലവുമുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പതിവുണ്ടായിരുന്നു, രാത്രി കാലങ്ങളിലൊക്കെ ജനങ്ങളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി. ഭരണാധികാരിയായിരുന്നു. ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വീടും സന്ദർശിക്കുമായിരുന്നു, നാട്ടിലൂടെ അങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ദിവസം രാത്രി ഇങ്ങനെ നടന്നു പോകുന്ന
സന്തോഷിച്ചുകൊണ്ട് കാര്യം അന്വേഷിക്കുകയാണ്. എന്താണ് ഈ കുട്ടി കരയുന്നതെന്ന് ചോദിച്ച സമയത്ത് ആ സമയത്ത് കുട്ടിയുടെ മാതാവ് ഇവിടുന്ന് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിൽ വെള്ളം വെച്ച് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പറയുകയാണ്, ഇവിടെ വെള്ളം മാത്രമാണുള്ളത്. അപ്പോൾ എന്താണ് ഈ ഇളക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് കുട്ടികൾക്കൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ്. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ സമാധാനപ്പെടുത്താൻ വേണ്ടി വെള്ളം മാത്രം വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കൽ നിർത്തുന്നില്ല. കുട്ടികൾ ഉറങ്ങുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അവിടുത്തെ ഭരണാധികാരിയായി ആരായിരുന്നു? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഈ സങ്കടം കേട്ട സമയത്ത് കുട്ടികളൊക്കെ കരയുന്നുണ്ട്. ഭക്ഷണത്തിനായി ഒന്നുമില്ല. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുകയാണ്. നേരെ ദാറുസ് സ്വദഖ ചാരിറ്റി ഹോമിലേക്ക് പോവുകയാണ്. എന്നിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ചാക്കെടുത്ത് അതിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടുകാർക്ക്, ആ കരയുന്ന കുട്ടിക്ക് കുട്ടിയുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി വസ്ത്രങ്ങളും വെള്ളവും മറ്റും ശേഖരിച്ചുകൊണ്ട് കൂടെ മഹാനായ അസ്ലം റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് കൂടെ അസ്ലം റളിയല്ലാഹു അൻഹു ഉണ്ട്. അസ്ലം റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ അസ്ലം ഇഹ്മിൽ അലയ്യ, ഈ ചാക്കെടുത്ത് എന്റെ തോളിലേക്ക് വെച്ച് തരൂ. ഇഹ്മിൽ അലയ്യ എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ അസ്ലം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത്, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ നേതാവേ, അന അഹ്മിലുഹു, ഞാൻ അതിനെ ചുമക്കാം, ഞാൻ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടുപോകാമെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ സമയത്ത് അസ്ലം റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, വേണ്ട, ലിഅന്നി അനൽ മസ്ഊലു അൻഹു അലൽ ആഖിറ, ഇത് എന്റെ അധികാര പരിധിയിലുള്ളതാണ്, ഞാനാണ് അതിന്റെ ഉത്തരവാദി. അനൽ മസ്ഊലു, ഞാനാണ് ചോദ്യകർത്താവ്, എന്നോടാണ് ചോദ്യം ചോദിക്കപ്പെടുക. അലൽ ആഖിറ, അന്ത്യദിനത്തിൽ ഇതിനെ കുറിച്ച് എന്നോടാണ് ചോദ്യം ചോദിക്കപ്പെടുക. അന്ത്യദിനത്തിൽ എന്നോടാണ് ഇതിനെ കുറിച്ച് ചോദ്യം ചോദിക്കപ്പെടുക. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനെ ചുമക്കാമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളുമായി ആ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി കൊണ്ടുപോയി കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഭക്ഷണങ്ങളെല്ലാം വിതരണം ചെയ്തു. ആ കുട്ടി കരയുന്ന കുട്ടിയുടെ വായിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് ആ വീട്ടുകാരെ സന്തോഷിക്കുകയാണ്. കുട്ടികളുടെ കരച്ചിൽ മാറ്റുകയാണ്. കുട്ടികൾ കരഞ്ഞ കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങിയപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അസ്ലം റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, യാ അസ്ലം ത്വാബത് നഫ്സി, അസ്ലമേ, എനിക്കിപ്പോഴാണ് സമാധാനമായത്. എനിക്കിപ്പോഴാണ് സമാധാനമായത്. കാരണം എന്താണ്? അവിടുത്തെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി ആയിരിക്കെ ഒരു വീട്ടുകാർ ഇത്രയും വലിയ പ്രയാസം അനുഭവിച്ച് ഇവിടെ ഇരിക്കുന്നു. അതിന്റെ ശിക്ഷ എനിക്ക് ലഭിക്കും. ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയാണ് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്ലം റളിയല്ലാഹു തആല അൻഹുവോട് പറയുകയാണ്. ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, 7 വിഭാഗം ആളുകൾക്ക് അവന്റെ അർശിന്റെ തണൽ നൽകപ്പെടുമെന്നാണ്. സബഅത്തു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ഒരു സമയത്ത്, പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത്, എല്ലാവരും പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ മാത്രമാണ് ഉണ്ടാവുക. അവിടെ ഒന്ന് കയറി
വിൽക്കാൻ വേണ്ടി എത്രയോ ആളുകൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരിക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അധികാരങ്ങൾ അത് ആവേശത്തിനാക്കാതെ, അധികാരം അഹങ്കാരത്തിനാവാതെ അധികാരം നല്ല രൂപത്തിൽ വിനിയോഗിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുന്ന് പറയുകയാണ്, യൂഫ്രട്ടീസ് നദിയുടെ ഭാഗത്തു നിന്ന് ഒരു ഒട്ടകം വിശന്നുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും ആ ഒട്ടകം മരിച്ചതിന്റെ പേരിൽ ഞാനും എന്നെ